SSLC എക്സാമിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ പോയ സമയത്ത് ഭൂരിഭാഗം കുട്ടികളും ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത് എക്സാം സിമ്പിളായിരുന്നു എന്നതാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ വന്ന ഒരു കമൻറ്റ് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുണ്ടായി. സിമ്പിളാണെന്ന് പറഞ്ഞ ആ കുട്ടി ഫെയിൽ ആവട്ടെ എന്നായിരുന്നു അവിടെ ഞാൻ കണ്ടൊരു കമൻറ്റ്. എത്ര മോശമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണത്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ കമൻറ്റിന് 72ഓളം പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷ ടഫായി എന്ന് കരുതിയിട്ട് ആ പരീക്ഷ എളുപ്പമായിട്ടുള്ള കുട്ടികൾ ഫെയിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ? കാരണം നിങ്ങൾ കളിച്ച് നടന്നപ്പോഴും, നിങ്ങൾ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴും, നിങ്ങൾ ടി വിയിൽ പല പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴും കഷ്ടപ്പെട്ടിരുന്ന് ആ സന്തോഷമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പഠിക്കാനിരുന്ന കുട്ടികൾക്കാണ് ഈ പ്രാവശ്യത്തെ ഓണപ്പരീക്ഷ എളുപ്പമായിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ ഏറ്റവും അച്ചടക്കത്തോടു കൂടി പഠിച്ച് മുന്നോട്ട് പോയ കുട്ടികളെ സംബന്ധിച്ച് ഈ തവണ മാറിയ ചോദ്യപേപ്പറാണെങ്കിലും അതിനെ എളുപ്പത്തിൽ നേരിടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലരും മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ കണ്ടിട്ട് സിമ്പിളായിരിക്കും, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് അവസാനമുള്ള മാരത്തോൺ ലൈവ് മാത്രം കണ്ടങ്ങ് പഠിച്ചാൽ അടിപൊളിയായിട്ട് എഴുതാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാതിരുന്നതുകൊണ്ട് നമ്മളിൽ പലർക്കും ഈ ഒരു പരീക്ഷ ടഫായിട്ടുണ്ടാകും. അപ്പോൾ അതിനെ നേരിടണമെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇതുവരെ പഠിച്ചതുപോലെ അല്ല. അതായത് നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം മാത്രം പഠിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാർക്കിലേക്ക് എത്താൻ സാധിക്കില്ല. അതിന് നമ്മൾ അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങളൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഒരു ന്യൂസ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കുക. പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ അപ്ലൈ ചെയ്തൊരു ടെക്നിക്കാണിത്. അതായത് ഞാനൊരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സർക്കിൾസ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ സർക്കിൾസ് നിന്ന് എന്തൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ചോദ്യപേപ്പർ ഞാനന്ന് ഉണ്ടാക്കാൻ നോക്കും. എന്നിട്ട് അത് ഞാനിരുന്ന് സോൾവ് ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടെ എടുത്ത് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പല കുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, സാർ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സാംസ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സൈലത്തിൽ നീറ്റിന് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഓരോ ദിവസവും നീറ്റിൻ്റെ മാതൃകയിലുള്ള പരീക്ഷകൾ എഴുതുന്നുണ്ട്. അങ്ങനെ അനവധി പരീക്ഷകൾ എഴുതുന്നതിലൂടെയാണ് നീറ്റ് എക്സാം എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുന്നത്. അപ്പോൾ SSLC എക്സാം എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള പരീക്ഷ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം പാറ്റേൺ മാറിയിട്ടുണ്ട്, ചോദ്യപേപ്പറിൻ്റെ നിലവാരം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിനും നമുക്ക് പറയേണ്ടി വരും, സാർ എക്സാം ഭയങ്കര ടഫായിരുന്നു എന്ന്. ഈ ഓണം എക്സാം കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട്, സാർ എക്സാം സിമ്പിളായിരുന്നു, സാർ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞ തുടക്കം മുതൽ ലൈവുകൾ കണ്ട് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിലും ഒക്കെ അത്രയും ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഈ പരീക്ഷ സിമ്പിളായത്. അപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത്, നമ്മുടെ കൂട്ടുകാരൻ നല്ല മാർക്ക് വാങ്ങുന്ന സമയത്ത് നമ്മുടെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രമിക്കേണ്ടത് അവനെ എങ്ങനെ വലിച്ച് താഴെയിടാം എന്നതല്ല, പകരം അവൻ്റെ കൈ പിടിച്ച് നമുക്കും എങ്ങനെ ഉയരാം എന്നുള്ളതായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടത്. ഗംഭീരമായിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് നമ്മുടെ സെറ്റ് ബാക്കിനേക്കാൾ വലിയ കംബാക്ക് നമുക്ക് നടത്താം. ഓൾ ദി ബെസ്റ്റ്.